തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്ന് ലീഗും ഇടതുപക്ഷവും തമ്മിലുള്ള ബന്ധം വളരുന്നോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. ലീഗിനെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുവാൻ ആകുന്ന പണിയെല്ലാം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തു. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം 2024 ഉണ്ടാകാതിരിക്കുവാനുള്ള ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ആ തുറന്ന വാതിൽ. ലീഗിനു വേണ്ടി ഇടതുപക്ഷം നടത്തിയ എല്ലാ പരാക്രമണങ്ങളും അവസാനിച്ചത് സമസ്തയ്ക്കുള്ളിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന പുകച്ചിലിലാണ്. ലീഗിനെ വശത്താക്കുവാൻ ശ്രമിച്ചിട്ട് കഴിയാത്ത ഇടതുപക്ഷം പിന്നീട് നോട്ടമിട്ടത് സമസ്തയിലേക്കായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് എല്ലാ കാലത്തും സമസ്തയ്ക്കുള്ള പാലം ലീഗായിരുന്നു. അപ്പോഴാണ് ഇടതുപക്ഷ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നേരിട്ട് സമസ്തയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ലീഗ് വഴി മുഖ്യൻ എന്ന ഫോർമുല ഇടതുപക്ഷം തകർത്തു. കോൺഗ്രസ് ആശയങ്ങളോട് അകൽച്ച പാലിച്ച് ഇടതുപക്ഷ പാളയത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു നിന്നവരും 2026 ആരായിരിക്കും അധികാരത്തിൽ ഏറുക എന്ന് കണക്കുകൂട്ടുവാൻ കഴിയാതെ വീർപ്പുമുട്ടിയ മറ്റു ചിലരും ലീഗ് നേതാക്കന്മാരും തൃശങ്കുവിലായി. സമാന്തരമായി സമസ്തയുടെ പിടികൂടി നഷ്ടമായപ്പോൾ അത് ബാധിച്ചത് ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധത്തെയായിരുന്നു. അവിടെ വിള്ളലുണ്ടാകുന്നു. അപ്പോഴും ലീഗിനോട് അടുപ്പം പുലർത്തുന്ന അംഗങ്ങളും ലീഗിനോട് അടുപ്പം പുലർത്താത്ത സമസ്ത അംഗങ്ങളും തമ്മിലുള്ള ശീതവിപ്ലവത്തിൻ്റെ ഭാഗമായി സമസ്തയ്ക്കുള്ളിൽ പുകച്ചിൽ രൂക്ഷമായി. ലീഗിൻ്റെ പല നിലപാടുകളോടും നേരിട്ടുമല്ലാതെയും വിമർശനം അറിയിക്കുന്നു സമസ്ത. ഇടതുപത്രങ്ങളിൽ സമസ്തയുടെ വക ലേഖനങ്ങൾ. ഈ പ്രവർത്തികളെല്ലാം വിരൽ ചൂണ്ടിയത് സമസ്തയും ലീഗും തമ്മിലുള്ള വിള്ളലിലേക്ക് തന്നെയായിരുന്നു. സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷമായ SKSSFിൻ്റെ നേതൃത്വത്തിൽ സമസ്തയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന EK അബൂബക്കർ മുസ്ലിയാരുടെ സ്മരണാർത്ഥമുള്ള സെമിനാർ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്താൽ ഇല്ലാതെയാക്കി. മുസ്ലിം ലീഗ് അനുകൂലികളും സമാന്തര സെമിനാർ പ്രഖ്യാപിച്ചതോടെയാണ് വിഷയം സങ്കീർണമായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമസ്തയിലെ ഒരു വിഭാഗം ലീഗിന് വോട്ട് നൽകിയില്ല എന്ന് വ്യക്തമായതോടെ കാന്തപുരം സുന്നി വിഭാഗം ആ അവസരം പ്രയോജനപ്പെടുത്തുകയായിരുന്നു. AP സുന്നികൾ തങ്ങളുടെ വോട്ട് ശക്തി തെളിയിക്കുവാനുള്ള അവസരമായി ഈ വേള മുതലെടുക്കുകയായിരുന്നു. കാന്തപുരം വിഭാഗം മുസ്ലിം ലീഗിന് വോട്ട് നൽകിയതോടെ മുസ്ലിം ലീഗ് മിന്നും വിജയത്തിലേക്ക് കടന്നു. ഒരു രഹസ്യസന്ധിയും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട്. മികച്ച വിജയം കൈവരിച്ചതോടുകൂടി സമസ്തയുമായി എന്നേക്കുമായി ഒരു അകൽച്ച പാലിക്കണമെന്ന തീരുമാനം ലീഗിനുള്ളിൽ നിന്ന് ഉയർന്നു വരുന്നുമുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് സമസ്തയുടെ പോഷക സംഘടനയായ SKSSF നേതൃത്വത്തിൽ നടത്തുവാനിരുന്ന സെമിനാർ പൊളിച്ചെടുക്കാനായി സമാന്തര പരിപാടി ലീഗ് പ്രഖ്യാപിച്ചത്. SKSSF നടത്താൻ പദ്ധതിയിട്ട സെമിനാറിൽ മുസ്ലിം ലീഗ് നേതാക്കളെ ഒഴിവാക്കി എന്ന കാരണം പറഞ്ഞാണ് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MC മായിൻ ഹാജിയുടെ നിർദ്ദേശത്തിൽ ലീഗിൻ്റെ ബദൽ സെമിനാർ പ്രഖ്യാപിച്ചത്. SKSSF സെമിനാർ പ്രഖ്യാപിച്ച ശേഷമുണ്ടായ ഈ നീക്കം സമസ്തയുടെ ഔദ്യോഗിക പക്ഷത്തെ അവഹേളിക്കുകയായിരുന്നു. വിഷയത്തിൽ സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇടപെടേണ്ടി വന്നു. എന്നാൽ അദ്ദേഹം ഭിന്നതയ്ക്ക് മൂർച്ച കൂട്ടേണ്ട എന്ന അഭിപ്രായമാണ് പറഞ്ഞത്. ഇതോടെ അവർ തീരുമാനിച്ച സെമിനാർ വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. തുടർന്ന് സമസ്തയുടെ ലീഗ് അനുകൂലികളും സെമിനാർ വേണ്ടെന്ന് വെച്ചു. താൽക്കാലിക പ്രശ്നപരിഹാരം മാത്രമാണ് ഇത്തരത്തിലെ സംഘടനാപരമായ പ്രശ്നങ്ങളിൽ നിലവിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് ഇരു കൂട്ടർക്കും അറിയാം. കാലങ്ങളായുള്ള സമസ്ത ലീഗ് ബന്ധത്തിലുണ്ടായ ഈ അകൽച്ചയ്ക്ക് യാഥാസ്ഥ്യബോധത്തോടെ കൂടി ചിന്തിച്ചാൽ ലീഗും ഇടതുപക്ഷവും കാരണക്കാർ തന്നെയാണ്. പക്ഷേ തിരിച്ചടി ലഭിക്കുന്നതാകട്ടെ പാവം UDFന്. 2026 അധികാരത്തിലെത്താൻ കാത്തുനിൽക്കുന്ന കോൺഗ്രസിനെ കാര്യമായ രീതിയിൽ തന്നെ ലീഗും സമസ്തയും തമ്മിലുള്ള വിള്ളൽ ബാധിക്കും എന്നത് തീർച്ചയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും അധികാരത്തിൽ എത്തിയില്ല എങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും. 10 വർഷമായി കേന്ദ്രത്തിലോ കേരളത്തിലോ അധികാരത്തിലെത്തിയിട്ടില്ലാത്ത കോൺഗ്രസിന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തണമെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ പ്രധാനമാണ്. 2019 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ കേടുപാടില്ലാത്ത രീതിയിൽ കാര്യമായി സംരക്ഷിച്ചത് ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയായിരുന്നു. സമസ്തയും ലീഗും തമ്മിലുള്ള വിള്ളൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ബാധിച്ചില്ല എങ്കിൽ പോലും 26 പക്ഷേ രാഷ്ട്രീയ സാഹചര്യം മാറുവാനുള്ള സാധ്യത ഏറെയാണ്. വരുന്ന 2 വർഷത്തിനുള്ളിൽ ഇടതുപക്ഷം തന്നെ 3ാം തവണയും അധികാരത്തിലേക്ക് ഏറുവാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയാൽ സ്വാഭാവികമായും ലീഗിന് ഇടതുപക്ഷത്തോട് ഒരു അടുപ്പം പ്രകടിപ്പിക്കേണ്ടതായി വരും. അങ്ങനെ അടുപ്പം കുറച്ചുകൂടി കടുത്താൽ അത് തിരിച്ചടിയാകുന്നത് കോൺഗ്രസിന് തന്നെയാകും. മലബാർ മേഖലകളിലും ചില പ്രത്യേക പ്രദേശങ്ങളിലും ലീഗിൻ്റെ വോട്ട് ഇപ്പോഴും കോൺഗ്രസിന് വലിയ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്.
അതായത് ലീഗ് എന്നാൽ കോൺഗ്രസും കോൺഗ്രസ് എന്നാൽ ലീഗുമാണെന്ന് സാരം. ലീഗില്ലാതെ ഒരു ഭരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമസ്തയും ലീഗും തമ്മിലുള്ള വിള്ളലിൻ്റെ ആഴം വർദ്ധിക്കുന്നതനുസരിച്ച് അത് കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധത്തെയും കാര്യമായി തന്നെ ബാധിക്കും. കാരണം ലീഗിൻ്റെ വോട്ടുകളിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സമസ്തയാണ്, അല്ലെങ്കിൽ സമസ്തയ്ക്കുള്ളിലെ പഴയ പുതിയ ലീഗ് അനുഭാവികളാണ്. അവർ കുറച്ചുകൂടി ആഴത്തിൽ കാര്യങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങിയാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തുമെന്നൊരു തോന്നൽ അവർക്കുണ്ടായാൽ സ്വാഭാവികമായും അത് ലീഗിൻ്റെ ചിന്തയും ബാധിക്കും, കോൺഗ്രസുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകുകയും ചെയ്യും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാരായ ലീഗ് നേതാക്കന്മാരെ പരിഗണിക്കുന്നില്ല എന്നൊരു ആക്ഷേപം ലീഗിനുള്ളിൽ തന്നെ ഉടലെടുക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ലീഗ് പക്ഷത്തെ ഒരു വിഭാഗം നേതാക്കന്മാരും അണികളുമെല്ലാം ഇടത് അനുഭാവം പ്രകടിപ്പിക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് നിലവിലുള്ള സമസ്ത ലീഗ് പ്രശ്നം പരിഹരിച്ച് പൂർവാധികം ശക്തിയോടെ ലീഗിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ലീഗിനേക്കാൾ കുറച്ചുകൂടി ആവശ്യം കോൺഗ്രസിൻ്റേതാണ്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം, ലീഗും സമസ്തയും തമ്മിലുള്ള വിള്ളൽ കോൺഗ്രസിനെയാണോ തകർക്കുക എന്ന്.